Hi guys, welcome back to ഞാൻ ഹാബിൽ എപ്പിസോഡ് നമ്പർ 29, കോഴ്സ് ആൻഡ് റൈറ്റിംഗ്സ് എപ്പിസോഡ് നമ്പർ 29. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറെ വലിച്ചു നീട്ടി പറയാൻ മാത്രം ഇന്നത്തെ എപ്പിസോഡിൽ എനിക്കൊന്നുമില്ല. കാരണം എന്താ പറയാ, എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട്. ഇതിലിപ്പോ എടുത്തു പറയാൻ മാത്രം എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. 29ാമത്തെ എപ്പിസോഡിൽ ആരൊക്കെയാണ് ഏതൊക്കെ തരത്തിൽ ഓരോന്ന് പഠിച്ചു വിട്ടത് എന്ന് നമുക്ക് കണ്ടറിയാം. യെസ്, ഫസ്റ്റ് വൺ. എനിക്ക് അതൊന്ന് ലോഡ് ആവട്ടെ. ഹിഡൻ ലവ് ഫീലിങ്സ് എന്ന് പറയുന്നൊരു പോയി. ഓക്കെ, ഹിഡൻ ലവ് ഫീലിങ്സ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. ട്രസ്റ്റ് ക്യാൻ ബി റിപ്പയർഡ് ബട്ട് ഇറ്റ് വിൽ പോയി. ഞാൻ വായിച്ചിരുന്നു, പക്ഷെ അത്രയും പോയി. യെസ്, ട്രസ്റ്റ് ക്യാൻ ബി റിപ്പയർഡ് ബട്ട് ഇറ്റ് വിൽ നെവർ ബി ദ സെയിം. സത്യമാണടാ. ഞാൻ പണ്ട് വായിച്ചൊരു ദേവത്തൊരു കോട്ടുണ്ട്. ട്രസ്റ്റ് ഇസ് ലൈക്ക് എ പേപ്പർ, വൺസ് ഇറ്റ്സ് ക്രംബിൾഡ് ഇൻ ദ ഫിസ്റ്റ് ഇറ്റ് കാൺ ബി പെർഫെക്റ്റ് അഗെയിൻ. ട്രസ്റ്റ് പറയുന്നത് ഒരു പേപ്പർ പോലെയാണ്. അത് നമ്മൾ ഒരിക്കലും ചുരുട്ടി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ പഴയ ഒരു ഫ്രഷ്നെസ്സിൽ അത് കിട്ടില്ല. നമുക്കത് എന്താ പറയാ, പേപ്പർ നേരെയാക്കാൻ പറ്റും. നമുക്കിപ്പോൾ കുറെ ആൾക്കാർ പറയും നമുക്ക് അയൺ ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ പേപ്പർ ഫസ്റ്റ് കിട്ടിയൊരു ഫ്രഷ്നെസ് ഉണ്ടാവും, അതിലേക്ക് നമുക്കത് കിട്ടൂല. അതിപ്പോ ഒരു പേപ്പർ നമ്മൾ കീറി കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ കിട്ടുക. അതുപോലെയാണ് ആ ട്രസ്റ്റ് എന്ന് പറയുന്നത്. ലൈക്ക് ഇവിടെ രണ്ട് പോട്ടാണ്. ഒരു പോട്ട് പൊട്ടി, അത് ലൈക്ക് ഒരു ഗ്ലൂ ഒക്കെ തേച്ച് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാലും കാണാൻ ഏകദേശം പഴയതുപോലെ ഉണ്ടാവും, പക്ഷെ ഒരിക്കലും അത് പഴയതുപോലെ ആവൂല. ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. പക്ഷെ ട്രസ്റ്റ് എന്ന് ഇതെന്താ സംഭവം എന്ന് വെച്ചാല്, ഈ ട്രസ്റ്റ് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് നമുക്ക് പിന്നെ സംശയങ്ങൾ കൂടും. അതാണ് മെയിൻ ഇഷ്യൂ. അതായത് സംശയങ്ങൾ കൂടെ എവിടെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓൾറെഡി ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആവാൻ ഒരു സിറ്റുവേഷനും ഒരു റീസണും ഉണ്ടായിട്ടുണ്ടാവും. സോ സ്വാഭാവികമായിട്ടും ലൈഫിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ഒരു കാര്യം നടന്നതുകൊണ്ട് തന്നെ നൂറുകണക്കിന് സംശയങ്ങളും നൂറുകണക്കിന് ചോദ്യങ്ങളും നമ്മളെ മനസ്സിൽ വരും. നമ്മൾ പുറമെ എത്ര കാണിച്ചില്ലെങ്കിൽ പോലും ഉള്ളിൽ എവിടെയെങ്കിലും ആ ഒരു സംശയവും ചോദ്യം ഉണ്ടാവും. ഇതിലേക്ക് ഞാനൊരിക്കലും ഇത് നെഗറ്റീവ് ആയിട്ട് പറയാം. ഇതൊരു ഹ്യൂമൻ ബിഹേവിയർ അനുസരിച്ച് അത് അങ്ങനെ സംഭവിക്കും. അത് ഏതൊരാൾക്കും അത് ഉണ്ടാവും. അത് എപ്പോഴാ പുറത്തു വരാന്ന് വെച്ച് കഴിഞ്ഞാല്, അതുപോലുള്ള ഒരു സാഹചര്യം ചിലപ്പം രണ്ടാമത് അവിടെ ഒരു തെറ്റും സംഭവിച്ചിട്ടുണ്ടാകണമെന്നില്ല, പക്ഷെ ആ സാഹചര്യം വരുന്ന സമയത്തും ആ ഒരു ചോദ്യം ഉയരും, ആ ഒരു സംശയം വരും. അതാണ് പറഞ്ഞത്. ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടാൽ പഴയതുപോലെ അതാകുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. മേ ബി പോസിബിൾ ആകാം, പക്ഷെ എങ്കിൽ പോലും എവിടെയെങ്കിലൊക്കെ സംശയത്തിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചോദ്യത്തിന്റെ ഒരു അംശം ബാക്കിയുണ്ടാവും. അടുത്തത് ആദിൽ ഷാൻ എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താണ്. നാളെ എല്ലാം മാറും, പക്ഷെ ഈ നിമിഷം അത് അനുഭവിച്ചേ പറ്റൂ. യെസ്, ഫ്യൂച്ചറിൽ പല മാറ്റങ്ങൾ വരും. പാസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ, പക്ഷെ പ്രസന്റ് നമ്മൾ അനുഭവിച്ചേ പറ്റൂ. വാട്ട് ഇഫ് ഇതൊരു പോസിറ്റീവ് ലെവലിൽ നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നാളൊക്കെ മാറും, പക്ഷെ ഈ ഒരു സമയം അടിച്ചു പൊളിക്കുക, ഹാപ്പി ആയി നിൽക്കുക. അടിച്ചു പൊളിക്കുക മീൻസ് കുറെ പാട്ട് ഇട്ട് ഡാൻസ് കളിച്ച് ചിൽപ്പൊളി അങ്ങനെയല്ലടാ. ഹാപ്പി ആയിട്ടിരിക്കാൻ, സമാധാനായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ. ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങള്. ഒന്ന് സന്തോഷം, ഒന്ന് സമാധാനം. ഇപ്പൊ കുറെ ആൾക്കാർ പറയും പണം. യെസ്, മണി ഈസ് വെരി ഇമ്പോർട്ടന്റ്. പണം ഇമ്പോർട്ടന്റ് ആണെന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും പണം ഇമ്പോർട്ടന്റ് അല്ല, പണം ഉണ്ടാക്കരുത്, പണത്തിന് പുറകെ ഓടരുത് എന്നൊന്നും ഞാൻ പറയില്ല. മണി ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ബ്രോ. ഈ ലോകത്ത് പൈസ വേണം, അത് നിർബന്ധ. സോ അത് എല്ലാവരും ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. പക്ഷെ എങ്കിൽ പോലും അൾട്ടിമേറ്റ് ആയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഒന്ന് ജീവിക്കാൻ തന്നെ അല്ലേ. അങ്ങനെയുള്ള ആളുകളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഇന്ന് സങ്കടം വരികയാണ്. പണ്ട് ഞാൻ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞതായിരുന്നു, അതോ വേറെ ആരോട് എന്തോ ഇതുണ്ടല്ലോ, ചുമരുമൽ എന്തോ എഴുതാൻ പറഞ്ഞു. അപ്പോ അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു, ബീർബൽ നീ ചുവരിൽ എന്തോ എഴുതണം എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: ഈ നേരവും കടന്നു പോകും,
അതെ, പുള്ളിയോട് പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു. സന്തോഷിക്കുന്ന ഒരു മനുഷ്യന് അത് കണ്ടാൽ സങ്കടം തോന്നണം. സങ്കടമുള്ള ഒരു മനുഷ്യൻ കണ്ടാൽ അത് സന്തോഷം തോന്നണം. ആ രൂപത്തിൽ ഒരു വാചകം എഴുതാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: ഈ നേരവും കടന്നു പോകും. സന്തോഷിക്കുന്ന ഒരു മനുഷ്യൻ അത് കാണുമ്പോൾ അയാൾക്ക് ആ സന്തോഷം വല്ലാതെ വരില്ല. കാരണം പിന്നെ സങ്കടം വന്നാലോ എന്നൊരു തോട്ട് വരും. സങ്കടമുള്ള ഒരു മനുഷ്യൻ അത് കാണുമ്പോൾ അയാൾക്കൊരു പ്രതീക്ഷ വരികയാണ്. ഇനി സന്തോഷത്തിന്റെ നാളുകളാണെങ്കിലോ. എന്താലേ. എന്തൊക്കെ ആണെന്നുണ്ടെങ്കിലും പ്രസന്റ്, ഇന്ന്, ഈ നിമിഷം, ഈ ദിവസം, ഈ സമയം, അത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ. എന്തൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസ് ഇട്ടാലും അത് നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. യെസ്. അടുത്തത് തേൻവരിക്ക ഒഫീഷ്യൽ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ: ചൂടാകണം, ഇല്ലെങ്കിൽ ചുളിഞ്ഞു പോകും. അമിതമാകരുത്, കരിഞ്ഞു പോകും. എന്ത് മനോഹരമായിട്ടാണ് അവരതിനെ എഴുതിയത്. കാണുന്നത് ഒരു അയൺ ബോക്സ് ആണ്, എഴുതിയത് അയൺ ബോക്സുമായിട്ട് കണക്ട് ചെയ്തതാണ്. പക്ഷെ മീനിങ് വരുന്നത് റിയൽ ലൈഫായിട്ടാണടാ. ഒന്ന് ആലോചിച്ച് നോക്ക്. ചൂടാകണം, ഇല്ലെങ്കിൽ ചുളിഞ്ഞു പോകും. അമിതമാകരുത്, കരിഞ്ഞു പോകും. ഇത് നമുക്ക് ഏതൊക്കെ തരത്തിൽ പറയാൻ പറ്റും? ഒരാളോട് നമ്മൾ അടുക്കണം, ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അടുക്കണം. അത് അടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു കണക്ഷൻ കുറയും. അത് ഓവറായി കഴിഞ്ഞാൽ ആ കണക്ഷനെ വല്ലാതെ ബാധിക്കും. ശരിയല്ലേ? ഇത് ഓരോ കാര്യത്തിലും നമ്മൾ എടുത്തു നോക്ക്. ഒരാളെ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ ആവണമെന്നില്ല. നമ്മൾ ഒരാളെ കെയർ ചെയ്യണം. കെയർ ചെയ്തില്ലെങ്കിൽ ചിലപ്പോ അവരാഗ്രഹിക്കുന്ന നമ്മളിൽ അവരാഗ്രഹിക്കുന്ന ഒരു കാര്യമാകും. അപ്പൊ അത് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളവിടെ തോറ്റുപോകാം. പക്ഷെ അത് ഓവറായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. എല്ലാത്തിനും ചെയ്യുന്നതിനൊരു പരിധി വേണം. എവറിത്തിങ് ഈസ് ലിമിറ്റഡ് എന്നൊരു ബോധ്യം നമുക്ക് വേണം. കാരണം അതിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്യണം. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. പക്ഷെ അത് ചെയ്യുന്നതിൽ ഒരു പരിധിയുണ്ട്. ആ ഒരു ബോധം നമുക്ക് എപ്പോഴും വേണം. നല്ലതാണ്. എന്ത് നല്ല അടിപൊളിയായിട്ടാണ് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കി, ഒരു അയൺ ബോക്സും വെച്ചിട്ടാണ് അവർ പറയണത്. ചൂടാകണം, ഇല്ലെങ്കിൽ ചുളിഞ്ഞു പോകും. അമിതമാകരുത്, കരിഞ്ഞു പോകും. യെസ്, കറക്റ്റ് ആണടാ. അടുത്ത എന്താ? അച്ചീവർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ: എഫേർട്സ് പ്ലസ് റോങ് ടൂൾ ഈക്വൽസ് നോ റിസൾട്ട്സ്. അതുകൊണ്ടടാ ഇമേജ്, ഇതിലും പ്രോപ്പറായ ഒരു ഇമേജ് ഉണ്ടോ? ആ ഒരു സ്ക്രൂ അഴിക്കാൻ നമ്മൾ പരമാവധി നോക്കുന്നുണ്ട്. പക്ഷെ ഇതിന് യൂസ് ചെയ്ത ടൂള് അതല്ല, യൂസ് ചെയ്യേണ്ട ടൂൾ അതല്ല. ഈ ഒരു ടൂൾ വെച്ചിട്ട് ആ ഒരു സ്ക്രൂ നമുക്ക് ഒരിക്കലും അഴിക്കാനില്ല. അതിന് അതിൻ്റെതായ ഒരു ടൂൾ ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ആ സ്ക്രൂ അഴിക്കാൻ പറ്റും. അതായത് ഇവിടെ ചിലപ്പോൾ ആ ഒരു സ്പാനർ വെച്ചിട്ട് നമ്മളൊരു മണിക്കൂർ, 2-3 മണിക്കൂർ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ശ്രമിക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലടാ. നമ്മൾ ഉപയോഗിക്കുന്നത് റോങ് ടൂൾ ആണ്. എഫേർട്ട് എപ്പോഴാണ് വാല്യൂ ചെയ്യാന്നറിയോ? നമ്മൾ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അല്ലാണ്ട് നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ വാല്യുബിൾ ആയ കാര്യങ്ങളും അവിടെ മീനിങ് ഉള്ള കാര്യങ്ങളും അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ആവണം. അപ്പോഴേ നമുക്ക് റിസൾട്ട് വരുള്ളൂ. അല്ലാതെ നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട് പക്ഷെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ടും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടുകളേ ഉണ്ടാവില്ല. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്താലും നമുക്ക് കിട്ടി കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിച്ച തരത്തിലേ ആവില്ല. ഓപ്പോസിറ്റ് ആയിട്ട് അത് വരുള്ളൂ. എടാ, ഇത്രയും സിമ്പിളായിട്ട് എന്തൊക്കെ തരം മീനിങ് ഉള്ള കാര്യങ്ങളാ പുറത്തു വരുന്നതില്. അടിപൊളി. സൂപ്പർ. അടുത്തെന്താ? നീലാകാശം ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ: ഉറക്കം അതൊരു പ്രതീക്ഷയാണ്. ഉറങ്ങി എണീക്കുമ്പോൾ എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷ. എന്റെ മോനെ, അത് വല്ലാത്ത പ്രതീക്ഷ എന്നാളിയാ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആലോചിക്കാത്തൊരു കാര്യമില്ല. ആലോചിച്ച് എവിടെ വരെ എത്തും അറിയില്ലേ. ടെൻഷൻ അടിക്കാനൊക്കെ രാത്രിയേക്കാൾ നല്ലൊരു സമയം വേറെ ഇല്ല തോന്നുന്നുണ്ട്. ഓവർ തിങ്കിങ്ങിന്റെ പീക്ക് ലെവല്, സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ലോൺലിനെസ്, അത് എന്നൊക്കെ പറഞ്ഞ് നൂറുകണക്കിന് ആളുകൾ നൂറുകണക്കിന് പ്രശ്നങ്ങളിലൂടെ നൂറുകണക്കിന് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ലോകത്തെ ഒരുമിച്ചുള്ള സമയം രാത്രി. വെളിച്ചം മാഞ്ഞു പോകുന്ന രാത്രി. ആ ഒരു രാത്രി ഏതൊരു മനുഷ്യനും അവസാന നിമിഷം ഉറക്കത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അയാളെ മനസ്സിന്ന് വരുന്നൊരു കാര്യമുണ്ട്: ശരിയാവുമായിരിക്കും, ശരിയാകട്ടെ, ശരിയാവണം, ശരിയാവും. ഒക്കെ ഹയറായ കാര്യങ്ങൾ, അതുപോലെ തന്നെ സത്യസന്ധമായ കാര്യങ്ങൾ, ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന കാര്യങ്ങൾ,
അതൊക്കെ നല്ല രീതിയിൽ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു, ഞാനും ആഗ്രഹിക്കുന്നു. അടുത്തെന്താ, അവളുടെ ചിന്തകൾ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. എത്ര ശ്രമിച്ചാലും മായ്ക്കാൻ കഴിയാത്ത ഇന്നലകളുണ്ട്, ഓർക്കും തോറും മുറിവിന്റെ ആഴം കൂട്ടുന്ന ചില ഓർമ്മകൾ. ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യം ഉണ്ടടാ, ചിലത് നമുക്ക് മറക്കാൻ കഴിയൂല. മറന്നത് പോലെ നമുക്ക് അഭിനയിക്കാനേ കഴിയൂ. എത്രയോ ആളുകൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, അതൊക്കെ ഞാൻ മറന്നെന്ന്. അങ്ങനൊന്നും മറക്കാൻ കഴിയൂലടാ. അൽഷിമേഴ്സ് ആയിട്ട് വരേണ്ടി വരും. ഈ മറവി എന്ന് പറയുന്നത് പടച്ചോൻ നമുക്ക് തന്ന ഒരു അനുഗ്രഹം. പക്ഷെ അത്രമേൽ നമ്മളെ വേദനിപ്പിച്ച ഓർമ്മകൾ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയൂല. മാർക്ക് മൈ വേർഡ്സ്. നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കി. നിങ്ങൾ അത്രമേൽ വേദനിപ്പിച്ച ഒരു വ്യക്തിയോ ഒരു കാര്യമോ ഒരു സാഹചര്യമോ വർഷം എത്ര കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോകില്ല. നിങ്ങളുടെ ഓർമ്മകളിൽ എവിടെയെങ്കിലും അതങ്ങനെ തന്നെ നിൽക്കും. പുറത്ത് നിങ്ങൾ കാണിക്കലുണ്ടാവില്ല, പുറത്ത് നിങ്ങൾ പറയുന്നുണ്ടാവില്ല, ഒക്കെ ശരിയാ. പക്ഷെ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക്, അത് മറന്നിട്ടുണ്ടാവില്ല. അത് ഓരോ നിമിഷം നമ്മളെ മനസ്സിലേക്ക് വരുമ്പോഴും ആ ഒരു ചിന്ത നമ്മളിങ്ങനെ നമ്മളെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നിൽക്കുന്നൊരു പോയിന്റ് ഉണ്ട്. ആ ഓർമ്മകളിലേക്ക് നമ്മൾ ഒറ്റയടിക്ക് കടന്നു പോകും. അതിന്റെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെല്ലാം ടച്ച് ചെയ്യുമ്പോ അങ്ങനെയാണ്. അടുത്തത്, നിഴൽ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ. ആകെയുള്ള ആശ്വാസം നമ്മുടെ നല്ലത് കാണാൻ ആരുമില്ലെങ്കിലും നാശം കാണാൻ ഒരുപാട് പേരുണ്ട് എന്നതാണ്. എന്തായാലേ കുറെ ആൾക്കാരുണ്ടടാ. അങ്ങനെ എല്ലാരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറെ ആൾക്കാരുണ്ടടാ നമ്മളെ മുന്നിൽ ചിരിച്ചു കളിച്ചൊക്കെ നിൽക്കും, നമ്മളെ കൂടെ ഒക്കെ നിൽക്കും. പക്ഷെ ഇവരൊക്കെ ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പൊട്ടാനാവും, നമ്മൾ തകരാനാവും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതേ സ്ഥാനത്ത് നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ കുഴപ്പമില്ല, കാരണം നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ചിലപ്പം നമ്മൾ തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാകാം, നമ്മൾ രക്ഷപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാക്കാം. പക്ഷെടാ നമ്മളെ കൂടെ നിന്നിട്ട് അങ്ങനത്തെ ചില ആളുകൾ ഉണ്ടാവും. ഓരാണ് ലൈഫിൽ ഏറ്റവും വലിയ സ്നേക്സ്. നമ്മളെ കൂടെ എല്ലാത്തിനും ചിരിച്ച് കളിച്ചൊക്കെ തോളിൽ കേടാനൊക്കെ ഉണ്ടാവും. പക്ഷെ ഓരോ ഗ്യാപ്പിലും ഇവരാവും നമുക്കിട്ട് പണിയുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനത്തെ ആളുകളെ ആരെങ്കിലൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം അതിന് മാറി നിൽക്കുക. കാരണം നമ്മളെ ലൈഫിൽ ഏറ്റവും വലിയ സ്നേക്സ് എന്ന് പറയുന്നത് നമ്മളെ കൂടെ ചിരിച്ച് കളിച്ച് നിന്നിട്ട് നമുക്ക് പണി തരുന്ന ആളുകളാണ്. ഓൾറെഡി നമുക്ക് മുന്നിൽ നമ്മളെ എന്താ പറയാ ഒപ്പോസായി നിൽക്കുന്ന ശത്രുക്കളാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവര് ഓക്കെയാണ്. കാരണം ഓൾറെഡി അവരങ്ങനെയാണെന്ന് അവരും നമ്മളും ഓൾറെഡി ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഈ തോളിൽ ഇങ്ങനെ കൈയിട്ട് നടന്നിട്ട് ചിരിച്ച് കളിച്ച് കൂടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ലാസ്റ്റ് നമ്മൾ തിരിച്ചറിയും ഇവരായിരുന്നു ഏറ്റവും വലിയ ശത്രുക്കൾ, ഇവരായിരുന്നു ഈ പണി മുഴുവൻ തന്നെന്ന് അറിയുമ്പോടാ പൊട്ടിപ്പോവും നമ്മളെ ചങ്ക്. പറയാനല്ലേ. അടുത്തത്, തോട്ട് മൈൻഡ്സ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ. ഇറ്റ്സ് ഓക്കെ ടു ലൂസ് പീപ്പിൾ ബട്ട് നെവർ ലൂസ് യുവർ സെൽഫ്, നോ യുവർ വർത്ത്. എന്തൊരു നല്ല റൈറ്റിംഗും കോട്ടും ആടാ ഇന്നത്തെ. ഇറ്റ്സ് ഓക്കെ ടു ലൂസ് പീപ്പിൾ ബട്ട് നെവർ ലൂസ് യുവർ സെൽഫ്. ആളുകളെ നഷ്ടപ്പെടുന്നത് ഓക്കെ ആണടാ, പക്ഷെ നിനക്ക് നിന്നെ നഷ്ടപ്പെടരുത്. വലിയൊരു കോട്ടാട്ടോ ആക്ച്വലി ഇത്. ഞാൻ വെറുതെ പറയുന്നില്ല, ഇതിന്റെ മീനിങ് ഒരിക്കലും ചെറുതല്ല. നമ്മളെ ലൈഫിൽ മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കോട്ടാണിത്. നമ്മളെ കൂടെ നിൽക്കുന്ന ആരെയും നമുക്ക് നഷ്ടപ്പെട്ടോട്ടെ. ചിലപ്പോൾ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആ ആളുകൾ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത്രമേൽ സ്നേഹിച്ച ആളുകളൊക്കെ ആകാം. പക്ഷെ ഒരിക്കലും നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടു പോകരുത്. നമ്മളെ ലൈഫ് നമ്മളെ കയ്യിൽ നിന്ന് പോയാല് പിന്നെ നമുക്ക് ജീവിതം ഇല്ലടാ. അല്ലേ? ശരിയല്ലേ? നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ലൈഫ് ഇല്ല. അതുകൊണ്ട് എല്ലാവരും ആ ഒരു കാര്യം മനസ്സിൽ എപ്പോഴും വെക്കണം കേട്ടോ. അടുത്തത്, ഹീലിംഗ് ഗൈഡ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ. ഓൾവേസ് റിമെമ്പർ സംവൺസ് എഫേർട്ട് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ യു. സത്യമല്ലേ? ഓരോ ആളുകളും എടുക്കുന്ന എഫേർട്ട് അവർക്ക് നമ്മളിലുള്ള ഇൻട്രസ്റ്റ് ആണ് ശരിക്കും. അവരെത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടോ അവർക്ക് അത്രയും വാല്യുബിൾ ആവും നമ്മൾ.
അവരെത്രത്തോളം കുറഞ്ഞാണോ താല്പര്യം കാണിക്കുന്നത്, അപ്പൊ അവർക്ക് നമ്മൾ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളും അത്ര കാണിച്ചാൽ മതി, അത്ര കൊടുത്താൽ മതി. നമുക്ക് സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് കയറിയിട്ട് ഓവർ ഫ്രീഡം എടുക്കാൻ നിൽക്കരുത്. നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ കയറി ചെല്ലാൻ നിൽക്കരുത്. ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട വലിയ പാഠങ്ങളിൽ ഒരു പാഠമാണത്. പക്ഷെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടത്. ഓൾവേസ് റിമെമ്പർ സംവൺസ് എഫേർട്ട് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ദർ ഇൻട്രസ്റ്റ് ഇൻ യു. നല്ലൊരു റൈറ്റിംഗ് ആണ്. അടുത്തത് തേൻവരിക്ക ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ, ഈ ലോകത്ത് രണ്ട് ഞാനുണ്ട്, പകൽ മോട്ടിവേഷനും രാത്രി ഡിപ്രഷനും, ഉള്ളിൽ നിറയുന്ന രണ്ട് ഞാൻ. ഓ അങ്ങനെ ഈ ലോകത്ത് രണ്ട് ഞാനുണ്ട്, പകൽ മോട്ടിവേഷനും രാത്രി ഡിപ്രഷനും, ഉള്ളിൽ നിറയുന്ന രണ്ട് ഞാൻ. എന്തോ കുത്തി പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് എന്തോ ഒരു കുത്തി പറയുന്നത് പോലെ അല്ലേ. ആക്ച്വലി ഇതായിരുന്നു നമ്മളെ എപ്പിസോഡ് നമ്പർ 29 ലാസ്റ്റ് റൈറ്റിംഗ്, ലാസ്റ്റ് കോട്ട്. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് തന്നെയാണ് അതിന്റെ അർത്ഥം. ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഞാൻ പകൽ സമയങ്ങളിൽ ഒരുപാട് മോട്ടിവേഷൻസ് കൊടുക്കാറുണ്ട്, മോട്ടിവേഷൻ സെഷൻസ് എടുക്കാറുണ്ട്, മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യാറുണ്ട്. പക്ഷെ എന്തോ അർത്ഥം വെച്ച് പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിവേ, എപ്പിസോഡ് നമ്പർ 29 നമ്മളിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. കോമന്റ് സെക്ഷനിൽ കോഡ്സ് എഴുതുക, നല്ല നല്ല കോഡ്സ് വരട്ടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എപ്പിസോഡ് 35 ഉള്ളിൽ നമ്മൾ എന്തായാലും ചെയ്തിരിക്കും. ഉറപ്പായിട്ട് നമ്മൾ കോമന്റ് സെക്ഷനിലെ കോഡ്സും റൈറ്റിംഗ്സും വെച്ചുള്ള വീഡിയോ നമ്മൾ തുടങ്ങിയിരിക്കും. എപ്പിസോഡ് 35 ആണ് ഡെഡ് ലൈൻ. അതിനുള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കും. ദാറ്റ്സ് മൈ വേർഡ്. സോ ഗൈസ്, എപ്പിസോഡ് നമ്പർ 30 കാണാം.